നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു കുറേ ദിവസമായി ഞങ്ങൾ ആലോചിക്കുന്നു പുറത്ത് പോയി ഫുഡ് അടിക്കണം എന്നുള്ളത്. അപ്പം അങ്ങനെ ഇന്ന് ഫൈനൽ ആ ഡേ എത്തി. അപ്പം ഞങ്ങളിന്ന് പ്ലാൻ ചെയ്തു പുറത്ത് പോയി ഒന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളത്. അപ്പം നമ്മൾ പോകുന്നത് സ്പൈസ് വില്ലേജാണ്. റിയാൽട്ടോയിലുള്ള സ്പൈസ് വില്ലേജിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഉണ്ടോ, എങ്ങനെയാണ് അവിടുത്തെ ഫുഡും കാര്യങ്ങളെല്ലാം അടിപൊളിയാണോ, സെറ്റാണോ എന്നുള്ളതെല്ലാം അറിയാനായിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് അന്വേഷിച്ചും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിരുന്നു. അപ്പം എല്ലാം ഒരു വെറൈറ്റീസ് ആയിരിക്കും, എന്തായാലും ഒരു വെറൈറ്റി ഫുഡും കാര്യങ്ങളുമായിരിക്കും ഇന്നത്തെ വ്ളോഗിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ സ്പൈസ് വില്ലേജ് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് ഈ വീഡിയോ ഫുള്ള് കണ്ടോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പീരിയൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ഷെയർ ചെയ്യും, കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടാവും. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടാത്ത പോലെ ഉണ്ട്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ അടുത്തിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം അയർലൻഡിലെ അടുത്ത പുതിയ വിശേഷമായ ദിസ് ഇസ് ജിംബേ ചായ. സ്പൈസ് വില്ലേജിയുടെ മുമ്പിലെത്തി. അപ്പോൾ ഇനി നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. നമുക്ക് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള വീഡിയോസ് നോക്കാം. അങ്ങനെയായിട്ട് ഫുഡ് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് സ്പൈസ് വില്ലേജ് പോയി ട്രൈ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ അതിനുവേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം എന്തായാലും കഴിച്ചിട്ട് വരാം. കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മുടെ സ്പൈസ് വില്ലേജാണ് ഈ കാണുന്നത്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഒരു വലിയ ബിൽഡിംഗ് ആണ്. നമുക്കൊന്ന് ഫസ്റ്റ് ഫ്ലോറിലാണെന്ന് വരുന്നത്. താഴെ നമുക്ക് വേറെ ഷോപ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊരു റൗണ്ട് ബോട്ടിലാണ്. നമുക്ക് റൗണ്ട് ബോട്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ സ്പൈസ് വില്ലേജ് വരുന്നത്. റിയൽട്ടോയിലാണ്. റിയൽട്ടോ എന്ന് പറയുന്നത് സ്പൈസ് വില്ലേജിന് പല പല ബ്രാൻഡുകളും നമുക്ക് അയർലൻഡിലുണ്ട്. അപ്പം നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ട് വരുന്നത് അത് പോയി നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയാലും നമുക്കറിയുള്ളൂ ബാക്കി എങ്ങനെയാണ് എന്താണെന്നും കാര്യങ്ങളെല്ലാം. പിന്നെ നിത്യയും ജോക്കൂട്ടനും ഇവിടെ വരുന്നുണ്ട്. നടന്ന് മന്ദമായിട്ട് നിത്യയ്ക്ക് മെയിൻ ലക്ഷ്യം മസാല ദോശ കഴിക്കണമെന്നാണ്. നമ്മൾ കയറി വരുന്നത് ഇതാണ്. നമുക്ക് എൻട്രൻസ് കാണാൻ പറ്റുന്നത്. നമ്മുടെ ഒരു നെറ്റിപ്പട്ടം അവിടെ കാണാൻ പറ്റും. അപ്പം നിത്യം ജോക്കൂട്ടനും അവിടെ മുമ്പിൽ നടക്കുന്നുണ്ട്. നമുക്കൊരു നെറ്റിപ്പട്ടം ഇവിടെ ഉണ്ട്. നല്ലൊരു ആംബിയൻസാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്ത് നമുക്ക് ആദ്യം വൈൻ വന്നിട്ട് അതായത് ഏറ്റവും കോമഡിയാണ്. ലാസ്റ്റ് അതിന് ശരിക്കും ഓർഡർ ചെയ്തിരുന്നത്. ബട്ട് വൈൻ നമുക്ക് ആദ്യം തന്നെ നോർമലി നമ്മൾ വൈൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശപ്പ് കൂടും. അതാണ് ശരിക്കും ഒരു ശാസ്ത്രം. നിങ്ങൾ ആർക്കും ട്രൈ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ വൈൻ കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ പുരാതന കാലങ്ങളുടെ ഉള്ള കുറേ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉള്ളിൽ നല്ല ആംബിയൻസ് ആണ്, നല്ല ലൈറ്റും കാര്യങ്ങളും. ലൈറ്റ്സ് എല്ലാം നല്ല രസമാട്ടോ. അതുപോലെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ആയിട്ടെല്ലാം വന്ന ഒരു ഗ്രൂപ്പായിട്ട് വന്ന് നമുക്ക് ചെയ്യാനുള്ളത് പറ്റും. നമ്മളൊക്കെ അതൊക്കെ ചോദിച്ചു നോക്കണം അവരോട് എങ്ങനെയാണ്, അതൊക്കെ സൗകര്യങ്ങളുണ്ടോ, നിങ്ങൾ സൗകര്യങ്ങൾ ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം ഇടയിൽ. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫുഡിന് ആദ്യം നമ്മുടെ പപ്പടം വന്നു. കൈസ് പപ്പടത്തിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ടൊരു എന്തോ ഗ്രേവിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സ്പൈസ് വില്ലേജിൻ്റെ നല്ലൊരു ആംബിയൻസ് സ്റ്റാർട്ടിങ് ആട്ടോ. അത് ശരിക്കും നല്ലൊരു വ്യൂവും കാര്യങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഇതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലും വീഡിയോ കൂടെ എടുക്കാൻ നോക്കിയത്. നല്ലൊരു ആംബിയൻസാണ്. കംപ്ലീറ്റ്ലി നല്ല ഫീൽഡാണ്. നല്ല സ്റ്റാഫും കാര്യങ്ങളാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു സൈഡിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് ബീവറേജ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. എന്തായാലും നല്ലൊരു ഫീലായിരുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇപ്പോൾ വന്ന അവർ നമ്മുടെ ഈ ക്യാൻഡിൽ കത്തിച്ചിട്ട് നല്ലൊരു ആംബിയൻസ് ആണ്. ശരിക്കും ഒരു ക്യാൻഡിലിന് ഡിന്നർ തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇവിടെ കുറച്ച് ഇത്രയും ഇഷ്ടമുള്ള ആളാണ് ഫ്രഞ്ച് ഫ്രൈസ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു അവനത്. അത് കഴിഞ്ഞിട്ട് മസാല ദോശ വന്നു. അതിൻ്റെ അകത്ത് ചമ്മന്തി ഉണ്ട്, ഉള്ളിയുണ്ട്, വേറെ ചട്നി ഉണ്ട്, മുളക് ചട്നി ഉണ്ട്. പിന്നെ നമ്മുടെ മസാല ദോശ ഫുള്ള് നിത്യ മസാല ദോശ എന്ന് പറയുന്നത് നല്ല വലിയ മസാല ദോശയാണ്. അത്യാവശ്യം ഒരാൾക്ക് നല്ല ഹെവി ആയിട്ട് കഴിക്കാനുള്ള ഒരു മസാല ദോശയുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ചിക്കൻ ബിരിയാണി നല്ലോണം അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് നട്ട്സും ഉള്ളിയും ബാക്കി ക്യാരറ്റും എല്ലാം വെച്ച് നല്ലോണം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മുടെ നാട് ശരിക്കും മിസ്സാണ് നമുക്ക് ശരിക്കും പറഞ്ഞ് ഇത് കാണുമ്പോൾ. നല്ലൊരു ഫീലാണ്. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. കൂടെ റൈത്ത ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി നോർമൽ പിക്കിളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറെ ഓർഡർ ചെയ്തതാണ് തന്തൂരി. സോ നമുക്ക് ശരിക്കും തന്തൂരിക്കകത്ത് എക്സ്ട്രാ റൈസ് വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ബോയിൽഡ് റൈസ്. അപ്പോൾ നിങ്ങൾ തന്തൂരി ഓർഡർ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിക്കും എക്സ്ട്രാ ഒരു കപ്പിൽ ബോയിൽഡ് റൈസ് വരുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഇതാണ്. ഐറിഷ്കാർ നോർമലി അവരൊരു ബോൾ ഓഫ് റൈസ്, വൈറ്റ് റൈസ് കഴിക്കും. സോ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തന്നെ നമുക്കൊരു കറിയും ചട്നിയും കിട്ടും.
ഉണ്ടായിരുന്നു. നല്ലൊരു ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തന്തൂരി കഴിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം തന്തൂരി നമുക്ക് നാട്ടിലെപ്പോഴും ബാംഗ്ലൂർ ആയിരുന്നപ്പോൾ എപ്പോഴും ഞങ്ങൾ തന്തൂരി കഴിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ നിങ്ങളുടെ യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. സോ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ കഴിച്ച് സെറ്റ് ചെയ്യാണ്. നിത്യം മസാല ദോശ എടുക്കുന്നു, മസാല ദോശ കഴിക്കുന്നു, ജോക്കോട്ടൻ ഫ്രഞ്ച് ഫ്രൈസും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ബിരിയാണി. എനിക്ക് ഇവരുടെ മണമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ആ ഡെക്കറേഷൻ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല സെറ്റ് ചെയ്തിട്ട് ബിരിയാണിയിലോട്ട് കൈ വെക്കുന്നതിന് മുമ്പ് മസാല ദോശയിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം ബിരിയാണിയുടെ മസാല ദോശ രണ്ട് ടേസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ മസാല ദോശ ഞാനും നിത്യയും കൂടി ഇച്ചിരി എടുത്ത് മസാല ദോശ കറിയിൽ കൂട്ടിയെടുത്ത് നല്ല ചൂടുണ്ട്. ചൂട് മസാല ദോശയാണ്. അടുത്ത നമുക്ക് കുറച്ച് സാമ്പാറുമായിട്ട് മിക്സ് ചെയ്തോ. സാമ്പാർ കഴിച്ചിട്ട് വരാം. നമുക്ക് മാറ്റി പിടിക്കാം. ഇടയിൽ പറയാം കഴിച്ചിട്ട്. അങ്ങനെ ദോശയുടെ കാര്യം തീരുമാനമായി. ദോശയിൽ ഇനിയാണ് കുറച്ച് സാമ്പാറും അതുകൊണ്ട് ദോശ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല എമ്മയായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു ദോശയ്ക്ക്. നല്ല ചൂടോടെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത ബിരിയാണിയിലോട്ട് പിടിക്കാൻ പോവാണ്. ഈ ബിരിയാണി നക്കു ബിരിയാണി എന്ന് പറയും. ഇവിടുത്തെ ഒരു നിക്കാഹ് നാക്കു അല്ല കേട്ടോ, നിക്കാഹ് ബിരിയാണി. തെറ്റിപ്പോയതാണ്, നിക്കാഹ് ബിരിയാണി. അപ്പോൾ കല്യാണം കഴിക്കുന്ന ബിരിയാണി, നിക്കാഹ് ബിരിയാണി. അപ്പം ഇതിൻ്റെ അടുത്ത് നമുക്ക് ബിരിയാണി പിടിക്കാം. നല്ല ടേസ്റ്റും കാര്യങ്ങളും സാധനങ്ങളെല്ലാം ഉണ്ട്. മുന്തിരി വേണ്ടി തന്നെ ഉണ്ട്. അപ്പം കഴിച്ചോളാം ഗൈസ്. നിങ്ങളാരെങ്കിലും ഫ്രഞ്ച് ഫ്രൈസും സാമ്പാറും ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസും സാമ്പാറും ട്രൈ ചെയ്യാൻ പോവാണ്. സാമ്പാറിൻ്റെ കഷ്ണമെല്ലാം കൂട്ടി നമ്മളൊന്ന് കഴിച്ചു നോക്കുകയാണ്, കഴിക്കാൻ പോവാണ്. നമ്മൾ സാമ്പാർ എടുത്തു ഫ്രഞ്ച് ഫ്രൈസും എടുത്ത സാധനം നമ്മൾ നയിച്ചിട്ട് കഴിച്ചു നോക്കണം. എങ്ങനെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വെറൈറ്റി സാധനങ്ങളെല്ലാം ട്രൈ ചെയ്യണം റെഗുലറായിട്ട്. ടേസ്റ്റൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ കഴിക്കാം. നമ്മളങ്ങനെ ബിരിയാണിയുടെ കൂടെ നമ്മൾ തന്തൂരിയും കൂടെ എടുത്തു. തന്തൂരി എടുത്തു. അപ്പം തന്തൂരിയും കൂടെ നമുക്ക് ടേസ്റ്റ് വെക്കാം. നല്ല അത്യാവശ്യം നല്ല വെന്ത പീസാട്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്ത പീസാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. തന്തൂരി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. നല്ല സൂപ്പറായിട്ടുണ്ട് തന്തൂരി. നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്തൂരി അടിപൊളിയായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് മുരിഞ്ഞ. അങ്ങനെ ഫൈനലി നമ്മൾ മാംഗോ ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ശരിക്കും ഞങ്ങൾ ജോക്കോട്ടൻ ഓർഡർ ചെയ്തതാണ് മാംഗോ ലസ്സി. പക്ഷേ എന്തായാലും ജോക്കോട്ടൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു മാംഗോ ലസ്സി. കുഴപ്പമില്ലായിരുന്നു, നല്ലതാണ്. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഓരോരുത്തർക്ക് ഓരോ ഫുഡും ഓരോ ഇതിലാണല്ലോ. അപ്പം മാംഗോ ലസ്സി ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ചിരി കുടിച്ച് മടിയായിരുന്നു മൊത്തത്തിൽ. അമ്മയോട് കുടിച്ചോളാനാണ് അവൻ പറയുന്നത്. മാംഗോ ലസ്സിയും കൂടെ അമ്മയോട് കുടിച്ചോളാൻ. അമ്മയ്ക്ക് പക്ഷേ വ്യക്തിക്ക് വിശേഷം. സോ ഗൈസ്, അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. സ്പൈസ് വില്ലേജിലെ ഫുഡും കാര്യങ്ങളെല്ലാം ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. സോ ഗൈസ്, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വേണം. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒട്ടും. അപ്പം ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി ഇനിയും വരുന്നതാണ്. സോ ടിൽ ദെൻ, ദിസ് ഇസ് ജിംബി ജോയ് സൈനിങ് ഓഫ്. ഗുഡ്